ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് സാജനാണ്. സാജൻ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ സാജൻ, സാജൻ ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ചെയ്തിരുന്നത്. ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നു. ഓക്കെ ഓക്കെ. സാജന്റെ സ്ഥലം എവിടാ? പാവറട്ടി, തൃശ്ശൂർ. തൃശ്ശൂരാണോ? ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രാഫിക് ഡിസൈൻ എന്നൊരു കോഴ്സ് അവോധ ചെയ്തിട്ട്? ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 3 മാസം ഇന്റേൺഷിപ്പ് ഞാൻ അവിടെ ചെയ്തു. അപ്പൊ തന്നെതാനെ വർക്ക് എടുക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റി. അങ്ങനെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ കറന്റിൽ എന്ത് ചെയ്യാ? ഇപ്പോ ഡ്രീം ട്രീ ഡിജിറ്റൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇന്റേൺഷിപ്പ് ആയിട്ട് 1 മാസം ഇന്റേൺഷിപ്പ്. അത് കഴിഞ്ഞാൽ അവര് നമ്മുടെ വർക്ക് അനുസരിച്ച് ജോലിക്ക് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലേസ്മെന്റ് തരുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. കമ്പനിയുടെ പേര് ഒന്നുകൂടെ പറയാം. ഡ്രീം ട്രീ ഡിജിറ്റൽ സൊല്യൂഷൻ. അപ്പം എങ്ങനുണ്ട് കമ്പനിയുടെ വർക്ക് എൻവയോൺമെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? അവർ കറക്റ്റ് ടൈമിൽ വർക്ക് തരുന്നുണ്ടോ? വർക്ക് തരുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഓക്കെ ഓക്കെ. അവോധയിലേക്ക് വന്നൊരു ജേർണി എങ്ങനെയാന്ന് പറയാമോ? എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞേ ഈ കോഴ്സ് എടുക്കുന്ന ടൈമിൽ? എന്റെ ഒരു ഫ്രണ്ടാണ് അവോധനെ കുറിച്ച് പറഞ്ഞത്. ആദ്യം 2,800 രൂപയ്ക്ക് എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ശരിക്കും 2,800 രൂപയ്ക്ക് ഗ്രാഫിക് ഡിസൈനിങ് കിട്ടുന്നുള്ള ഒരു ഇത്. പിന്നെ പഠിച്ച് ഇന്റേൺഷിപ്പ് ഒക്കെ തന്ന് അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ നല്ലൊരു അഭിപ്രായമാണ് അതിനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ട് വഴിയാണ് അവോധയിലേക്ക് എത്തിയല്ലേ? അവോധയുടെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് കുഴപ്പമില്ല, നല്ല ക്ലാസ്സസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ റിപ്പീറ്റ് ആയിട്ട് കാണുമ്പോ മനസ്സിലാവും. അപ്പം ഡൗട്ട് വരാറുണ്ടായിരുന്നോ? ഡൗട്ട് വരുമ്പോ ഒന്നുകൂടി കാണുമ്പോ മനസ്സിലാവാറുണ്ട്. അറ്റൻഡ് ചെയ്യാറില്ല അത്. അങ്ങനെ അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ് റിവൈൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ ഡൗട്ട് ക്ലിയർ ആയി പോകാറുണ്ടായിരുന്നല്ലേ? ഗ്യാപ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന്? ജാപ്പിലൂടെയാണ് ഇത് കിട്ടിയത്, ഡ്രീം ട്രീയില്. ജാപ്പിലൂടെയാണ്. അപ്പൊ ജാപ്പിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? അതിനകത്ത് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതില് നമുക്ക് ചെയ്യാൻ പോകുന്ന വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അവരെന്നെ അത് വിളിച്ച് കമ്പനിക്കാരനെ അറിയിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നമുക്ക് അധികം ഇതില്ല, റിസ്ക് ഇല്ല. കോഴ്സിന് ഗ്രാഫിക് ഡിസൈൻ എന്നൊരു കോഴ്സ് എടുക്കുന്ന ടൈമിൽ തന്നെ അവോധയിൽ 2,800 എന്നൊരു ഫീസ് സ്ട്രക്ചർ കേട്ടാണ്. സോ എന്താ തോന്നിയിരുന്ന ആ ടൈമിൽ? ഗ്രാഫിക് ഡിസൈൻ ഒക്കെ 2,800 എന്നൊരു കോഴ്സിന് ചെയ്താൽ അത് വെറുതായിരിക്കും തോന്നിയിരുന്നോ? അതാ പറഞ്ഞത്, ആദ്യം വിശ്വസിച്ചില്ല 2,800 രൂപയ്ക്ക് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിന്റെ ഇത് കിട്ടുന്നത്. പിന്നെ അത് ചെയ്തു വന്നപ്പോ വിശ്വാസമായി. ഓക്കെ ഓക്കെ. അപ്പം ഈ കോഴ്സ് എടുക്കുന്ന ടൈമിൽ എങ്ങനെയായിരുന്നു? ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവരാദ്യം ഇതൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ട് മതി എന്നാണ് പറഞ്ഞത് ഫസ്റ്റ്. ഓക്കെ, അന്വേഷിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവോധ ചൂസ് ചെയ്ത് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ തോന്നിയില്ലേ? റൈറ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു ചൂസ്. ഡിഗ്രിയില് കുറച്ച് സപ്ലി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ചേർന്ന് പഠിച്ച് ഇപ്പൊ ഒരു ഇതായി. ഓക്കെ ഓക്കെ. അപ്പൊ ഏതാ കോഴ്സ് ചെയ്തിരുന്ന? ഏതാ കോളേജില് ഡിഗ്രി ബികോം ആയിരുന്നു. ബികോമില് സപ്ലി ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുന്ന ടൈമിലാണ് ഇതറിഞ്ഞത്. നേരത്തെ എഡിറ്റിംഗ് ഫീൽഡിൽ താല്പര്യം ഉണ്ടായിരുന്നു? കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇതില് ഈ ഒരു കോഴ്സിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചേർന്ന് ചെയ്തു. ഈ സപ്ലി ഉള്ള കാര്യമൊക്കെ ഫാമിലിക്ക് അറിയാമായിരുന്നോ? അറിയായിരുന്നു. എത്ര സപ്ലി ഉണ്ടായിരുന്നു? ചോദിക്കുന്നതെന്ന് തോന്നുന്നില്ല. കുറച്ചുണ്ടായിരുന്നു. ഓക്കെ. അപ്പം സാജൻ ഇപ്പോഴത്തെ കോഴ്സിൽ ഗ്രാഫിക് ഡിസൈൻ എന്നൊരു ഫീൽഡിൽ ഈ കരിയറിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? അതെ. ആണ്. ഓക്കെ. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അപ്പം സാജൻ ഇത്രയോ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ. അപ്പം ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനി തന്നെ പ്ലേസ്ഡ് ആവട്ടെ. ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ. താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.